സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറന്നുയരേണ്ട നയതന്ത്ര മേശകളിൽ ഇന്ന് യുദ്ധത്തിന്റെ കരിനിഴൽ വീണിരിക്കുന്നു. ലോകം മുഴുവൻ സമാധാന ചർച്ചകളെ ഉറ്റുനോക്കുമ്പോൾ 2026 മെയ് മാസത്തിന്റെ ഈ പുലരിയിൽ പശ്ചിമേഷ്യയിൽ നിന്ന് കേൾക്കുന്നത് സമാധാനത്തിന്റെ വാക്കുകളല്ല, മറിച്ച് വിനാശകാരികളായ യുദ്ധവിമാനങ്ങളുടെ ഭീകരമായ ഇരമ്പലും കടലിനെ വിറപ്പിക്കുന്ന യുദ്ധക്കപ്പലുകളുടെ നങ്കൂരമിടലുകളുമാണ്. വെറും 24 മണിക്കൂറിനുള്ളിൽ 6500 ടൺ മാരക ആയുധങ്ങൾ ഇസ്രയേലിലേക്കെത്തിച്ച അമേരിക്കയുടെ നടപടി ലോകം കണ്ട ഏറ്റവും വലിയ വഞ്ചനയായി ചരിത്രം രേഖപ്പെടുത്തും. ഓപ്പറേഷൻ റോറിംഗ് ലയൺ എന്ന പേരിൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് രൂപം നൽകിയ ഈ സൈനിക നീക്കം മാനവികതയുടെ എല്ലാ അതിർവരമ്പുകളെയും ലംഘിക്കുന്ന ക്രൂരതയായി മാറിയിരിക്കുന്നു. ചർച്ചാവേളകളിൽ പോലും ചതിയുടെയും അധിനിവേശത്തിന്റെയും ബ്ലൂ പ്രിന്റുകൾ തയ്യാറാക്കുന്ന അമേരിക്കയിലെ ഭരണാധികാരികൾ ലോകസമാധാനത്തിന് തന്നെ ഭീഷണിയാവുകയാണ്. ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പരമാധികാര രാഷ്ട്രത്തെ ഭൂപടത്തിൽ നിന്ന് മായ്ച്ചുകളയാൻ ശ്രമിക്കുന്ന ഈ നീക്കം സാമ്രാജ്യത്വത്തിന്റെ ഒടുങ്ങാത്ത രക്തദാഹമാണ് വെളിവാക്കുന്നത്. നുണകൾ കൊണ്ട് യുദ്ധങ്ങളെ ന്യായീകരിക്കുന്ന ഈ അധിനിവേശ തന്ത്രങ്ങൾക്കിടയിൽ ലോകത്തിന്റെ മുഴുവൻ പിന്തുണയോടെ നടത്തുന്ന ഇറാന്റെ അചഞ്ചലമായ ചെറുത്തുനിൽപ്പും ആയുധങ്ങൾ കൊണ്ട് ഭരിക്കാൻ നോക്കുന്നവർക്ക് ഇറാൻ നൽകുന്ന മറുപടിയും ലോകചരിത്രത്തിൽ പുതിയൊരധ്യായം കുറിക്കും. നീതിയില്ലാത്ത സമാധാനത്തേക്കാൾ അന്തസ്സുള്ള പോരാട്ടമാണ് ശ്രേഷ്ഠമെന്ന് ഇറാൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്കയുടെ ഈ അധികാരക്കടി മാനവരാശിക്ക് ഭീതിയും അനിശ്ചിതത്വവും നൽകുന്നു. എന്നാൽ അതിശക്തമായ മിസൈലുകൾക്ക് പോലും തടയ്ക്കാനാവാത്ത ഒരു ജനതയുടെ ചെറുത്തുനിൽപ്പിന്റെ ഊർജ്ജം ഇറാനിൽ നിന്നും ഉയർന്നുവരുന്നു. ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കേവലം കുറഞ്ഞ നാളുകൾക്കുള്ളിൽ 1,15,600 ടണ്ണിലധികം യുദ്ധസാമഗ്രികളാണ് പശ്ചിമേഷ്യയിലേക്കൊഴുകിയെത്തിയത്. ഇതിൽ സിംഹഭാഗവും ജനവാസമേഖലകളെ നിമിഷനേരം കൊണ്ട് തകർക്കാൻ ശേഷിയുള്ള അത്യാധുനിക എയർ ടു ഗ്രൗണ്ട് മിസൈലുകളും ഏതു ദുർഘടമായ ഭൂപ്രകൃതിയിലും ഇരച്ചുകയറാൻ തക്കവണ്ണം നിർമ്മിച്ച ജോയിന്റ് ലൈറ്റ് ടാക്ടിക്കൽ വെഹിക്കിൾസ് പോലുള്ള യുദ്ധവാഹനങ്ങളുമാണ്. ഒരു വശത്ത് ലോകവേദികളിൽ വെടിനിർത്തലിനെക്കുറിച്ചും സമാധാന ചർച്ചകളെക്കുറിച്ചും വാചാലമാവുകയും മറുവശത്ത് ഇസ്രയേലിനെ ഒരു കൂറ്റൻ ആയുധപ്പുരയാക്കി മാറ്റുകയും ചെയ്യുന്ന അമേരിക്കയുടെ ഇരട്ടത്താപ്പ് ലോകമനസാക്ഷിയെ പച്ചയായി പരിഹസിക്കുന്നതാണ്. സമാധാനത്തിന്റെ മുഖംമുടിയണിഞ്ഞ ഈ ആയുധക്കടത്ത് യഥാർത്ഥത്തിൽ ഇറാന്റെ ഹൃദയമിടിപ്പിന് നേരെ ഉന്നം പിടിച്ച ലോഡഡ് തോക്കിന് തുല്യമാണ്. മധ്യപൂർവ്വദേശത്ത് തങ്ങളുടെ സാമ്പത്തിക സൈനികാധിപത്യം ഉറപ്പിക്കാൻ അമേരിക്ക ഉപയോഗിക്കുന്ന വെറുമൊരു ഉപകരണം അഥവാ പ്രോക്സി മാത്രമായി ഇസ്രയേൽ ഇന്ന് അധപ്പതിച്ചിരിക്കുന്നു. ഇസ്രയേലിന്റെ സാധാരണ ജനങ്ങൾ പോലും ഈ അവസാനമില്ലാത്ത യുദ്ധത്തിലും കുതിച്ചുയരുന്ന ജീവിതച്ചെലവിലും പൊറുതിമുട്ടുമ്പോഴും ജനവികാരം അവഗണിച്ച് അമേരിക്കയിലെ യജമാനന്മാരുടെ അജണ്ട നടപ്പിലാക്കാനാണ് നെതന്യാഹു ഭരണകൂടം ശ്രമിക്കുന്നത്. അമേരിക്കൻ സൈനിക മിഷനുകളും ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയവും സംയുക്തമായി നടത്തുന്ന ഈ ആയുധ കൈമാറ്റം കേവലം പ്രതിരോധത്തിനുള്ളതല്ല, മറിച്ച് ഇറാൻ എന്ന പരമാധികാര രാഷ്ട്രത്തിന്റെ ഭൂപടം മാറ്റിവരയ്ക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ്. അമേരിക്കൻ നികുതിപ്പണക്കാരുടെ അധ്വാനം പശ്ചിമേഷ്യയിൽ രക്തപ്പുഴകൾ ഒഴുക്കാൻ ഉപയോഗിക്കുന്നതിലൂടെ ജനാധിപത്യത്തിന്റെ കാവൽക്കാരാണെന്ന് അവകാശപ്പെടുന്നവരുടെ തനിനിറം ഒരിക്കൽ കൂടി ലോകം മുൻപിൽ വെളിപ്പെട്ടിരിക്കുന്നു. ഈ അധികാരക്കളിക്ക് ഇസ്രയേൽ വില കൊടുക്കുന്നത് സ്വന്തം സുരക്ഷയും അന്തസ്സും പണയപ്പെടുത്തിക്കൊണ്ടാണ്. അമേരിക്കൻ ജനാധിപത്യം അതിന്റെ ഇതിഹാസത്തിലെ ഏറ്റവും ഭയാനകമായൊരു ഭരണഘടനാ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. വിയറ്റ്നാം യുദ്ധത്തിനുശേഷം പ്രസിഡന്റിന്റെ യുദ്ധാധികാരങ്ങൾക്ക് കടിഞ്ഞാണിടാൻ കൊണ്ടുവന്ന 1973 വാർ പവേഴ്സ് ആക്ട് ഇന്ന് വൈറ്റ് ഹൌസ് ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞിരിക്കുകയാണ്. ഈ നിയമപ്രകാരം വിദേശമണ്ണിലെ ഏതൊരു സൈനിക ഇടപെടലിനും 60 ദിവസത്തിനകം കോൺഗ്രസിന്റെ കൃത്യമായ അനുമതി വാങ്ങിയിരിക്കണം. ആ നിർണായകമായ കാലാവധി മെയ് 1 അവസാനിക്കുമ്പോൾ നിയമത്തെയും ജനാധിപത്യ മൂല്യങ്ങളെയും പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ട്രംപ് ഭരണകൂടം മുന്നോട്ടു പോകുന്നത് ലോകസമാധാനത്തിന് വലിയ ഭീഷണിയാണ്. നമ്മളിപ്പോൾ വെടിനിർത്തലിലാണെന്നും അതുകൊണ്ട് ഈ നിയമം ബാധകമല്ല എന്ന ഭരണകൂടത്തിന്റെ വിചിത്രമായ വാദം വെറും കണ്ണിൽ പൊടിയാണ്. നമ്മൾ യുദ്ധത്തിലല്ല എന്ന് ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസൺ ആവർത്തിച്ചു പ്രഖ്യാപിക്കുമ്പോഴും യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഇറാന്റെ സുപ്രധാന തുറമുഖങ്ങൾ അമേരിക്കൻ നാവികസേന അവരോധിച്ചിരിക്കുന്നു. അവരുടെ എണ്ണക്കപ്പലുകൾ കടലിൽ തടയപ്പെടുന്നു. ഇസ്രയേലിൽ ടൺ കണക്കിന് യുദ്ധസാമഗ്രികൾ കുന്നുകൂട്ടുന്നു. ഇതിനെ യുദ്ധമല്ലെന്ന് വിളിക്കുന്നത് ലോകജനതയെ ഒന്നടങ്കം പരിഹസിക്കുന്നതിന് തുല്യമാണ്. പീറ്റ് ഹെക്സത്തിനെപ്പോലെയുള്ള യുദ്ധകൊതിയൻ നിയമത്തിന്റെ പഴുവുകൾ ഉപയോഗിച്ച് ഈ അധിനിവേശത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ സത്യത്തിൽ അമേരിക്കൻ നികുതിപ്പണക്കാരുടെ വിയർപ്പും അധ്വാനവുമാണ് പശ്ചിമേഷ്യയിലെ കുരുന്നുകളുടെ ചോര വീഴ്ത്താനായി ആയുധങ്ങളായി മാറുന്നത്.
ആഡം ഷിഫിനെപ്പോലെയുള്ള രാഷ്ട്രീയ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നതുപോലെ ഈ ഏകപക്ഷീയമായ സൈനിക നീക്കം അമേരിക്കയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായയെ എന്നേക്കുമായി തകർക്കുകയാണ്. 13 അമേരിക്കൻ സൈനികരുടെ ജീവൻ ഇതിനകം തന്നെ ഈ അനാവശ്യ സംഘർഷത്തിൽ ബലിയർപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ഭരണഘടനയും കോൺഗ്രസിനെയും നോക്കുകുത്തിയാക്കി ട്രംപ് നടത്തുന്ന ഈ അധികാരക്കളി പശ്ചിമേഷ്യയെ ഒരു ചുടുകാടാക്കാൻ അമേരിക്കൻ ജനാധിപത്യത്തെ തന്നെ കുരുതി കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആക്സിയോസ് റിപ്പോർട്ടുകൾ പുറത്തുവിട്ട വിവരങ്ങൾ ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. ട്രംപിന്റെ മേശപ്പുറത്തുള്ള സൈനിക ബ്ലൂപ്രിന്റ് ഇറാൻ എന്ന രാഷ്ട്രത്തെയും അവിടുത്തെ ജനത്തെയും പൂർണ്ണമായും തകർക്കാൻ ലക്ഷ്യമിട്ടതാണ്. ഇതിലൊന്നാമത്തെ പദ്ധതി ഇറാന്റെ പൗരദ്യാനായ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കുക എന്നതാണ്. വൈദ്യുതി നിലയങ്ങൾ, ജലവിതരണ സംവിധാനങ്ങൾ, ആശയവിനിമയ കേന്ദ്രങ്ങൾ എന്നിവ ബോംബിട്ട് നശിപ്പിക്കുന്നതിലൂടെ ഒരു ജനതയെ മുഴുവൻ പട്ടിണിയിലേക്കും ഇരുട്ടിലേക്കും തള്ളിയിട്ട് അവരെ ചർച്ചാമേശയിലേക്ക് വരാൻ നിർബന്ധിതരാക്കുക എന്ന ക്രൂരമായ തന്ത്രമാണിത്. ഇത് കേവലം ഒരു സൈനിക നടപടി മാത്രമല്ല, മാനവികതയ്ക്കെതിരായ വംശഹത്യയുടെ മറ്റൊരു രൂപമാണ്. രണ്ടാമതായി, ലോകത്തിന്റെ 20% എണ്ണ കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ അമേരിക്ക പ്ലാൻ ചെയ്യുന്നു. ഇറാനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നതിനോടൊപ്പം ആഗോള എണ്ണ വിപണിയെയും മറ്റു രാഷ്ട്രങ്ങളെയും സാമ്പത്തികമായി ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ കുതന്ത്രമാണിത്. മൂന്നാമത്തെയും ഏറ്റവും അപകടകരമായ നീക്കം ഇറാന്റെ അണുകേന്ദ്രങ്ങളിലേക്ക് സ്പെഷ്യൽ ഫോഴ്സിനെ ഉപയോഗിച്ച് നേരിട്ട് കടന്നുകയറാനുള്ള പദ്ധതിയാണ്. ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ അതീവ സുരക്ഷാ കേന്ദ്രങ്ങളിൽ നടത്തുന്ന ഇത്തരമൊരു റെയ്ഡ് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനം മാത്രമല്ല, പശ്ചിമേഷ്യയെ മൊത്തത്തിൽ വിഴുങ്ങുന്ന ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിന് തിരികൊളുത്തുകയും കൂടിയാണ്. ഇറാന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന ഈ 3 പദ്ധതികളും ലോകസമാധാനത്തിന് ഭീഷണിയാണെന്നതിൽ തർക്കമില്ല. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് മുൻപിൽ ഉയർത്തുന്ന ചോദ്യങ്ങൾ തികച്ചും യുക്തിഭദ്രവും ചിന്തിപ്പിക്കുന്നതുമാണ്. സമാധാന ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുന്ന സമയത്ത് തന്നെ ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അലി ഖമേനിയെ ഉൾപ്പെടെ ലക്ഷ്യം വെച്ച് കൊലപ്പെടുത്തിയ ചതിയുടെ കറുത്ത ചരിത്രമുള്ള അമേരിക്കയെ ഇനി ആര് വിശ്വസിക്കും? ഈ വഞ്ചന ഇറാനിലെ ഓരോ പൗരന്റെയും ആത്മാഭിമാനത്തേറ്റ മുറിവാണ്. ദൈവത്തിന്റെ സഹായത്തോടെ അമേരിക്കയില്ലാത്തൊരു ഭാവി എന്ന മോജ്തബ ഖമേനിയുടെ പ്രഖ്യാപനം വെറുമൊരു രാഷ്ട്രീയ മുദ്രാവാക്യമല്ല, മറിച്ച് സാമ്രാജ്യത്വത്തിന്റെ നുകത്തിന് കീഴിൽ ജീവിക്കാൻ വിസമ്മതിക്കുന്ന ഒരു ജനതയുടെ ആകെത്തുകയാണ്. ഇറാന്റെ ചെറുത്തുനിൽപ്പ് കേവലം വാക്കുകളിൽ ഒതുങ്ങുന്ന ഒന്നല്ല. അമേരിക്കൻ വിമാനവാഹിനിക്കപ്പലുകളെ നിമിഷനേരം കൊണ്ട് കടലിന്റെ അടിത്തട്ടിലെത്തിക്കാൻ ശേഷിയുള്ള അത്യാധുനിക ഹൈപ്പർസോണിക് മിസൈലുകളും ഡ്രോൺ സാങ്കേതികവിദ്യയും ഇന്നവരുടെ പക്കലുണ്ട്. തങ്ങളുടെ പരമാധികാരത്തിന് നേരെ ഉയരുന്ന ഏതൊരു കയ്യേറ്റത്തെയും അതിശക്തമായി നേരിടുമെന്ന ഇറാന്റെ പ്രഖ്യാപനം സാമ്രാജ്യത്വ ശക്തികൾക്കുള്ള കൃത്യമായ താക്കീതാണ്. അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ കടന്നുകയറ്റം പശ്ചിമേഷ്യയെ മാത്രമല്ല, ലോകത്തെ മുഴുവൻ ഒരു മഹാദുരന്തത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നു. ഇറാനിനെതിരെയുള്ള ഓരോ ബോംബാക്രമണവും ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ തകർച്ചയിലേക്കുള്ള ആണിയടിയാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ വിതരണ പാതകൾ യുദ്ധക്കളമാകുന്നതോടെ എണ്ണവില നിയന്ത്രണാതീതമായി ഉയരുകയും ഇത് വികസ്വര രാജ്യങ്ങളെ പട്ടിണിയിലേക്കും ആഭ്യന്തര കലാപങ്ങളിലേക്കും തള്ളിയിടുകയും ചെയ്യും. ഈ സംഘർഷം ഇറാനിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ലെന്നുറപ്പാണ്. റഷ്യയും ചൈനയും തങ്ങളുടെ തന്ത്രപ്രധാന പങ്കാളിയായ ഇറാനെ പിന്തുണച്ച് രംഗത്തെത്തുന്നതോടെ സാഹചര്യം ഒരു 3ാം ലോക മഹായുദ്ധത്തിന്റെ കവാടമായി മാറും. ബെലാറസിനെ പോലെയുള്ള രാജ്യങ്ങൾ ഇതിനകം തന്നെ അമേരിക്കൻ ധിക്കാരത്തെ അപലപിച്ചു കഴിഞ്ഞു. അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ഭരണഘടനാപരമായ പ്രതിസന്ധികളും ആഭ്യന്തര പ്രതിഷേധങ്ങളും പുകയുമ്പോൾ ട്രംപ് ഭരണകൂടം കൊളുത്തിവിട്ട ഈ തീജ്വാലകൾ ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോന്നവയാണ്. നീതി നിഷേധിക്കപ്പെട്ട സമാധാനമെന്നത് വെറുമൊരു വ്യാമോഹം മാത്രമാണെന്ന് ഈ സാഹചര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മെയ് 1 സമയപരിധി അവസാനിക്കുമ്പോൾ ലോകം ചോദിക്കുന്നത് ഒന്നു മാത്രമാണ്: ആയുധങ്ങൾ കൊണ്ട് പടുത്തുയർത്തുന്ന ഒരു സമാധാനത്തിന് എത്ര നാൾ ആയുസ്സുണ്ടാകും? ലോകം മുഴുവൻ സമാധാന ചർച്ചകളെ ഉറ്റുനോക്കുമ്പോൾ 2026 മെയ് മാസത്തിന്റെ ഈ പുലരിയിൽ പശ്ചിമേഷ്യയിൽ നിന്ന് കേൾക്കുന്നത് സമാധാനത്തിന്റെ വാക്കുകളല്ല, മറിച്ച് വിനാശകാരികളായ യുദ്ധവിമാനങ്ങളുടെ ഭീകരമായ ഇരമ്പലും കടലിനെ വിറപ്പിക്കുന്ന യുദ്ധക്കപ്പലുകളുടെ നങ്കൂരമിടലുകളുമാണ്. വെറും 24 മണിക്കൂറിനുള്ളിൽ 6500 ടൺ മാരക ആയുധങ്ങൾ ഇസ്രയേലിലേക്കെത്തിച്ച അമേരിക്കയുടെ നടപടി ലോകം കണ്ട ഏറ്റവും വലിയ വഞ്ചനയായി ചരിത്രം രേഖപ്പെടുത്തും. ഓപ്പറേഷൻ റോറിംഗ് ലയൺ എന്ന പേരിൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് രൂപം നൽകിയ ഈ സൈനിക നീക്കം മാനവികതയുടെ എല്ലാ അതിർവരമ്പുകളെയും ലംഘിക്കുന്ന ക്രൂരതയായി മാറിയിരിക്കുന്നു. ചർച്ചാവേളകളിൽ പോലും ചതിയുടെയും അധിനിവേശത്തിന്റെയും ബ്ലൂപ്രിന്റുകൾ തയ്യാറാക്കുന്ന അമേരിക്കയിലെ ഭരണാധികാരികൾ ലോകസമാധാനത്തിന് തന്നെ ഭീഷണിയാവുകയാണ്.
ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പരമാധികാര രാഷ്ട്രത്തെ ഭൂപടത്തിൽ നിന്ന് മായ്ച്ചുകളയാൻ ശ്രമിക്കുന്ന ഈ നീക്കം സാമ്രാജ്യത്വത്തിന്റെ ഒടുങ്ങാത്ത രക്തദാഹമാണ് വെളിവാക്കുന്നത്. നുണകൾ കൊണ്ട് യുദ്ധങ്ങളെ ന്യായീകരിക്കുന്ന ഈ അധിനിവേശ തന്ത്രങ്ങൾക്കിടയിൽ ലോകത്തിന്റെ മുഴുവൻ പിന്തുണയോടെ നടത്തുന്ന ഇറാന്റെ അചഞ്ചലമായ ചെറുത്തുനിൽപ്പും ആയുധങ്ങൾ കൊണ്ട് ഭരിക്കാൻ നോക്കുന്നവർക്ക് ഇറാൻ നൽകുന്ന മറുപടിയും ലോകചരിത്രത്തിൽ പുതിയൊരധ്യായം കുറിക്കും. നീതിയില്ലാത്ത സമാധാനത്തേക്കാൾ അന്തസ്സുള്ള പോരാട്ടമാണ് ശ്രേഷ്ഠമെന്ന് ഇറാൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്കയുടെ ഈ അധികാരക്കളി മാനവരാശിക്ക് ഭീതിയും അനിശ്ചിതത്വവും നൽകുന്നു. എന്നാൽ അതിശക്തമായ മിസൈലുകൾക്ക് പോലും തടയ്ക്കാനാവാത്ത ഒരു ജനതയുടെ ചെറുത്തുനിൽപ്പിന്റെ ഊർജ്ജം ഇറാനിൽ നിന്നും ഉയർന്നുവരുന്നു. ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കേവലം കുറഞ്ഞ നാളുകൾക്കുള്ളിൽ 1,15,600 ടണ്ണിലധികം യുദ്ധസാമഗ്രികളാണ് പശ്ചിമേഷ്യയിലേക്കൊഴുകിയെത്തിയത്.